ശബരിമല വിഷയത്തിൽ മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഏറ്റുമാനൂരിലുള്ള ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രകടനമായി ടൗണിലെത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രവർത്തകരെ റോഡിൽ നിന്നും നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയായി. ശബരിമലയിലെ സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നീണ്ടൂർ റോഡിന്റെ പ്രവേശന ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ ഉണ്ടായ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ എരിപുരിയുന്ന വെയിലത്തും കോട്ടയം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വാസവന്റെ വീടിന്റെ പടിക്കലേക്ക് ഓഫീസിന്റെ പടിക്കലേക്ക് മാർച്ചുമായി വന്നത്. എപ്പോഴാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദമുണ്ടായത്? ഒരു 2-3 ആഴ്ച കാലം മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യം മുഴുവനുള്ള ശബരിമലയിലെ വിശ്വാസികളെ ഞങ്ങൾ പമ്പയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നാടിന്റെ നാട്ടുവഴികളിൽ മുഴുവൻ ശബരിമല സംഗമത്തിന്റെ ബോർഡുകൾ കണ്ടു. നമ്മൾ അയ്യപ്പനില്ലാത്ത ബോർഡ്, പിണറായി വിജയനും മന്ത്രി വാസവനും ഒക്കെ അടങ്ങുന്ന വലിയ ചിത്രങ്ങൾ വെച്ച ബോർഡുകൾ നമ്മൾ കണ്ടു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നു. ആ അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കേരളീയ സമൂഹം അറിയുകയാണ്, ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അറിയുകയാണ്, ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഈ കേരളീയ സമൂഹം ഞെട്ടലോടെ കൂടി കാണുന്നു. അന്ന് മന്ത്രി പറയുന്നു, എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരാളെ എന്നാ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിലല്ല, ഈ നാട്ടിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രത്തിൽ പോലും ഒരു ശൗചാലയം പണിഞ്ഞാൽ പോലും എന്റെ മികവാണ്, എന്റെ ഭരണത്തിന്റെ നേട്ടമാണെന്ന് പറയുന്ന ഈ മന്ത്രി പുങ്കവനുണ്ടല്ലോ, അദ്ദേഹം അറിയത്തില്ലേ പിന്നെ എന്തിനാണ് ഈ വകുപ്പിൽ ഇരിക്കുന്നതെന്ന് ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ, ചിന്തു കുര്യൻ, കൃഷ്ണകുമാർ, വിഷ്ണു ചെമ്മണ്ടവള്ളി, അഡ്വക്കേറ്റ് ജിത്തു, ജോർജ് പയ്യസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. യോഗത്തിനു ശേഷം മന്ത്രി വി.എൻ. വാസവന്റെ കോലം കത്തിച്ചു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡും റോഡിന്റെ ഒരു വശത്ത് വെച്ച ബോർഡും മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധ പ്രകടനമായി ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിലേക്ക് നീങ്ങി. MC റോഡിൽ പ്രവർത്തകർ കിടന്ന് റോഡ് ഉപരോധിച്ചു. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ റോഡിൽ നിന്നും നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് വഴിതെളിച്ചു. ഏറെ സമയമെടുത്താണ് പ്രവർത്തകരെ റോഡിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഏതാനും പ്രവർത്തകർ വീണ്ടും പ്രകടനമായി MC റോഡിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് തമ്പടിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ ഉൾപ്പെടെ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.